എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. അതിനു മുന്നോടിയായിട്ട് കോളേജ് ലിസ്റ്റും അതുപോലെ തന്നെ കോഴ്സ് ലിസ്റ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 10 തീയതി മുതൽ 15 തീയതി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 16 തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വരുന്ന കോളേജുകൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതാണ്. അതുപോലെ 15 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു നിർദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കിയ ശേഷം എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകൻ ഓൺലൈനായിട്ട് ആദ്യം സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ 3 റെഗുലർ ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയാണ്. അപേക്ഷകൻ 1-ാം ഘട്ടത്തിൽ സമർപ്പിക്കുന്ന കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ 3-ാമത്തെ അലോട്ട്മെൻറ്റ് വരെ പരിഗണിക്കുന്നതാണ്. റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ്. ഓരോ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും പ്രത്യേകമാണ്. ഓരോ സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനും പങ്കെടുക്കണമെങ്കിൽ ഓരോന്നിനും രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് അപേക്ഷകൻ സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ ആ ഒരു അലോട്ട്മെൻറ്റിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. അതായത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഓപ്ഷൻ ആദ്യത്തെ മുഖ്യഘട്ടത്തിലുള്ള 3 അലോട്ട്മെൻറ്റുകൾക്കായിട്ട് പരിഗണിക്കും. പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾക്ക് ഓരോ ഘട്ടത്തിലും ഓരോ തവണ വീണ്ടും ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപേക്ഷകൻ കോഴ്സ് കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിലുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, സീറ്റുകളുടെ എണ്ണം, മെറിറ്റ് സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്, NRI കോട്ട സീറ്റ് എന്നിവ മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷന് താൽപ്പര്യമുള്ള എല്ലാ കോഴ്സുകളും കോളേജുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. 1-ാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കുമ്പോൾ കോളേജ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന കോഴ്സ് കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിന് കോളേജിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ ഓപ്ഷൻ നൽകാൻ വിട്ടുപോയ കോളേജുകൾ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനോ തേർഡ് അലോട്ട്മെൻറ്റിനോ ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് കഴിയുന്നതല്ല. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു കോളേജുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നൽകണം, പിന്നീട് നൽകാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എന്നാൽ സമർപ്പിച്ചിട്ടുള്ള ഓപ്ഷനുകൾ ക്രമം മാറ്റുന്നതിനോ ഏതെങ്കിലും കോളേജ് നീക്കം ചെയ്യുന്നതിനോ ഈ ഓരോ ഘട്ടത്തിനു ശേഷം അനുവദിക്കുന്ന സമയപരിധികളിൽ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഇപ്പോൾ തന്നെ എല്ലാ കോളേജും വേണമെങ്കിൽ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പിന്നീട് നിങ്ങൾക്ക് അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് പുതുതായിട്ട് കോളേജ് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു കോളേജൊക്കെ നിങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും സെക്കൻഡ് അലോട്ട്മെൻറ്റിനും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും മാത്രമാണ് അവസരമുണ്ടാവുക. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതുതായിട്ട് ചേർക്കപ്പെട്ട കോഴ്സ് കോളേജ് മാത്രമേ അപേക്ഷാർത്ഥി നിലവിൽ സമർപ്പിക്കപ്പെട്ട ഓപ്ഷനുകളുടെ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പുതുതായിട്ട് ഗവൺമെൻറ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ള പുതിയൊരു കോളേജും കോഴ്സും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ നൽകാനായിട്ട് പറ്റുള്ളൂ. അപേക്ഷകൻ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. 2ഉം 3ഉം അലോട്ട്മെൻറ്റുകളിൽ പുതുതായിട്ട് ലിസ്റ്റിൽ വരുന്ന കോളേജുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനുകളിൽ ചേർക്കുക. അപേക്ഷകർ പുതിയ കോളേജുകൾ തങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രമം നമ്പർ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അലോട്ട്മെൻറ്റ് പുതുതായിട്ട് ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയ കോളേജ് ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയോ ആണെങ്കിൽ അത് സ്വീകരിക്കുന്നതിനായിട്ട് ടോക്കൺ ഫീസ് ചലാൻ മുഖേനയോ ഓൺലൈനായോ നിശ്ചിത സമയത്തിനുള്ളിൽ അടക്കണം. ഫീ അടച്ചതിൻ്റെ ഓൺലൈൻ റെസിപ്റ്റ് അല്ലെങ്കിൽ ചലാൻ അപേക്ഷകന് ലഭിക്കുന്നതാണ്. ഫീ അടക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതിനാൽ ഫീ അടക്കാത്തവരെ 2ഉം 3ഉം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് തൃപ്തികരവും അതുപോലെ ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ട എന്നും ഉണ്ടെങ്കിൽ ബാക്കി ഓപ്ഷനുകൾ നീക്കം ചെയ്യേണ്ടതാണ്. ബാക്കി ഓപ്ഷനുകൾ നീക്കിയിട്ടില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുകയും വേണം. അത് നിലനിർത്താം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച് ആ ഒരു സീറ്റ് അവിടെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി 3ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മെമ്മോ 3ാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷൻ്റെ ഹോം പേജിൽ ലഭ്യമാകും. LBS സെൻറ്ററിൽ അടച്ച തുകയുടെ ബാക്കി തുക ഫീസ് ഇനത്തിൽ കോളേജുകളിൽ അടക്കണം. കോളേജുകളിൽ ചേർന്നില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇവർക്ക് പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ്
വരികയാണെങ്കിൽ LBS സെൻട്രൽ അടച്ച തുക ആ ഒരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാത്തവരെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. കോളേജ് അഡ്മിഷൻ എടുത്ത അപേക്ഷാർത്ഥികൾക്ക് സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ നേരത്തെ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അവർ പുതുതായിട്ട് ലഭിച്ച കോളേജിൽ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾ പാലിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു കോളേജ് ലിസ്റ്റാണ്. ഏതൊക്കെ കോളേജാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു PDF-ൽ അതായത് നിങ്ങൾക്ക് ഓരോ കോളേജിലെയും കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു കോളേജ് ലിസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കോളേജ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് 23,170 രൂപയാണ് ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അതുപോലെ 80 സീറ്റാണ് ചില കോളേജ്. തിരുവനന്തപുരത്ത് ഈ ഒരു 2 ബാച്ചുണ്ട്, അതുകൊണ്ടാണ് 190 വരുന്നത് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിവിധ വേറെ കോളേജുകളിൽ ഈ ഒരു 60 വീതം സീറ്റ്സാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിവിധ സെൽഫ് ഫിനാൻസ് കോളേജ് ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ട്യൂഷൻ ഫീ 95,000, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീ 23,300 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഏകദേശം 13 സീറ്റ്, അതായത് 13 PDF-ൻ്റെ ആ ഒരു പേജ് ഉണ്ട്. NU എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്. വേറെ കോഴ്സ് അതായത് MLT ഉണ്ട്, അതായത് MLT കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ OP ഉണ്ട്, അതായത് ഒപ്റ്റോമെട്രി കോഴ്സാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീസും ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ OT കോഴ്സ്, അതായത് ഈ ഒരു ഒക്കുപേഷണൽ തെറാപ്പി കോഴ്സിൻ്റെ ട്യൂഷൻ ഫീസ് ഈ ഒരു ഓട്ടോണോമസ് കോളേജിൽ 57,592. ഈ ഒരു രീതിയിലൊക്കെ വിവിധ കോഴ്സുകൾക്ക് വിവിധ ഫീസുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അതിൻ്റെ ഈ ഒരു NRI സീറ്റിന് ഏകദേശം 1,50,000 ട്യൂഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റിൽ എത്രയാണ് ഫീസ് വരുന്നത് എന്നിങ്ങനെയൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുന്നത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അത് പ്രയോറിറ്റി ബേസിൽ മുൻഗണനാ ക്രമത്തിൽ, അതായത് ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് എല്ലാ നഴ്സിംഗ് കോളേജ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ നൽകാവുന്നതാണ്. നേരത്തെയുള്ള ആ ഒരു കോളേജ് കോഴ്സ് ലിസ്റ്റിൽ നിന്നും ഓരോ കോഴ്സിനും ഓരോ കോളേജും, അതായത് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റ്, അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റ്, NRI സീറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ എന്നിവയിലെ ഫീസ് എന്നിങ്ങനെയൊക്കെയാണ്. ആ ഒരു ഫീസിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നാളെ മുതൽ 15-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകാൻ സാധിക്കുക. സ്വന്തമായിട്ട് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യും. അതിനുശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ കൊടുക്കാനുള്ള ആ ഒരു പേജിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് ആ ഒരു കോളേജിൻ്റെ പേര്, അതുപോലെ തന്നെ അത് സെൽഫ് ഫിനാൻസ് കോളേജാണോ ഗവൺമെൻറ് ആണോ എന്നുള്ളത് കാണാൻ സാധിക്കും. സീറ്റ് ടൈപ്പ് കാണാം. ആ സീറ്റ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മെറിറ്റ് സീറ്റാണോ മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ NRI സീറ്റാണോ എന്നുള്ളതാണ്. NRI ക്ലെയിമിനുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമാണ് NRI സീറ്റിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ളവർ NRI സീറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ തരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് NRI കോട്ടയിലെ പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമേ NRI കോട്ടയിലെ സീറ്റിലേക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. കാരണം മുൻവർഷം ഒരു വിദ്യാർത്ഥി NRI കോട്ടയിൽ ഈ ഒരു NRI കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും നൽകാതെ NRI കോട്ട ഓപ്ഷൻ വെച്ച് അലോട്ട്മെൻറ്റ് കിട്ടി. അവിടെ പോയ സമയത്ത് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് കാരണം അഡ്മിഷൻ ലഭിക്കാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NRI ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവർക്ക് മാത്രമേ ഈ ഒരു NRI സീറ്റിൽ അഡ്മിഷൻ, അതായത് കോളേജിൽ പോയി കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും കോളേജിൽ പോയാൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു കോളേജിൻ്റെ പേര്, അതുപോലെ തന്നെ അത് ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ, അതായത് കോളേജ് ടൈപ്പ് ഏതാണെന്നുള്ളത്, അതുപോലെ ആ ഒരു സീറ്റ് ടൈപ്പ് ഏതാണ്, സീറ്റ് മെറിറ്റ് സീറ്റാണോ മാനേജ്മെൻറ്റ് സീറ്റാണോ അല്ലെങ്കിൽ NRI സീറ്റാണോ എന്നിങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെയുള്ള ഫീസ് എത്രയാണ്, ആ ഒരു കോഴ്സ് ഫീസ് എത്രയാണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ബോക്സിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഒരു ഭാഗമുണ്ടാകും. ആ ഒരു ഓപ്ഷൻ ഒന്നാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അടുത്ത ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ നിങ്ങൾ ഒന്നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സെലക്ട് അല്ല, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ എന്നിങ്ങനെയുള്ള കാര്യം, അതായത് ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ഓപ്ഷനിലും നേരെ ഇതേ രീതിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ഓപ്ഷനും ഇതേ രീതിയിൽ
നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോളേജ് ടൈപ്പ്, കോഴ്സിൻ്റെ ടൈപ്പ് ഏതാണ്, അതുപോലെ തന്നെ അവിടെയുള്ള ഫീസ് എത്രയാണ്, അതുപോലെ ഓപ്ഷൻ നമ്പർ എത്ര ആണ് നൽകേണ്ടത് എന്നുള്ളതിനായിട്ടൊരു ബോക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ എന്നിങ്ങനെയുള്ള ബട്ടൺ കൂടി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണ് അഡ്മിഷൻ ഓപ്ഷൻ 1 വേണ്ടത്, ആ ഒരു ഓപ്ഷൻ നൽകാനുള്ള ബോക്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് വേണ്ടത്, ആ ഒരു ബോക്സിൽ പോയിട്ട് 1 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി താഴെ വരുന്നതായിരിക്കും, അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ്റെ നേരെ പോയിട്ട് നിങ്ങൾ 2 എന്ന് സെലക്ട് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓപ്ഷൻ്റെ സൈഡിലായിട്ടല്ല ആ ഒരു ഓപ്ഷനിൽ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അടുത്ത് നിങ്ങളുടെ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ പ്രയോറിറ്റി ബേസിൽ, പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഓപ്ഷൻ നമ്പർ 1, 2 എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതായത് ഓപ്ഷൻ നമ്പർ 1 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രയാണ് എന്നുള്ള ബോക്സിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സെക്കൻഡ് ഓപ്ഷൻ ഏതാണോ വേണ്ടത് അതിൻ്റെ സൈഡിലായിട്ടുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അത് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനുകളൊക്കെ ഈ ഒരു ഓപ്ഷൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾ സെലക്റ്റഡ് ഓപ്ഷൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഓപ്ഷൻ്റെ നേരെയായിട്ട് ആ ഒരു ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, ആ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഓപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ പോയിട്ട് അത് ബോക്സിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതനുസരിച്ച് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച്, അത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജുകൾ നിങ്ങളുടെ താല്പര്യപ്രകാരം അത് മാനേജ്മെൻറ്റ് സീറ്റാണോ, അല്ലെങ്കിൽ മെറിറ്റ് സീറ്റാണോ, അല്ലെങ്കിൽ അത് സെൽഫ് ഫിനാൻസ്, അതായത് അത് NRI സീറ്റാണോ എന്നുള്ളത് പരിശോധിക്കുക. ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റ് ഉണ്ടാവും, മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ NRI സീറ്റും ഉണ്ടായിരിക്കും. ഈ ഒരു 3 വിഭാഗം സീറ്റിലെയും ഫീസ് വ്യത്യസ്തമാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 23,170 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് ഫീസാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SC, ST, OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അത് മാനേജ്മെൻറ്റ് സീറ്റോ അല്ലെങ്കിൽ NRI സീറ്റോ, സെൽഫ് ഫിനാൻസ് കോളേജിലെ NRI സീറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ ഇനത്തിൽ 1000 രൂപ മാത്രമാണ് വരിക എങ്കിൽ കൂടി അഡ്മിഷൻ ടൈമിൽ ബാക്കിയുള്ള, അതായത് ഏകദേശം 1 ലക്ഷത്തിൻ്റെ, അതായത് 1 ലക്ഷത്തി സംതിങ് ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജിലെ ഓപ്ഷനുകൾ പിന്നീട് നൽകാനായിട്ട്, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നിങ്ങൾക്ക് നൽകുന്നതിനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ കോളേജിലേക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നുണ്ട് ആ ഒരു എല്ലാവിധ കോളേജുകളും നിങ്ങളുടെ ഓപ്ഷൻസ് ആയിട്ട് ഇപ്പോൾ തന്നെ നൽകേണ്ടതുണ്ട്. ഓരോ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന സമയത്തും അതിനുശേഷം ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും, അതുപോലെ ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുമെങ്കിലും ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ ഓപ്ഷനുകൾ നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ